ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് സ്കോട്ട് ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്ലെയർ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ സ്ക്രീനിൽ കണ്ടല്ലോ, ദ സ്കൈ സ്ക്രാപ്പർ എന്ന് കൊടുത്തേക്കുന്ന എഡ്വിൻ വാൻ ഡെർ സറാണ് നമ്മുടെ ഇന്നത്തെ താരം. ഓക്കെ, യൂറോപ്യൻ ക്ലബ് ഗാർഡിയൻസിലെ ഈ പുതിയ ബാക്കിൽ എഡ്വിൻ വാൻ ഡെർ സറോടൊപ്പം അതേപോലെ ഗാരറ്റ് ബെയിലും ക്രിസ്ത്യൻ പണുച്ചി എന്ന് പറഞ്ഞൊരു പ്ലെയറിനെയാണ് അവർ കൊടുത്തേക്കുന്നത്. ഗാരറ്റ് ബെയിൽ ലെഫ്റ്റ് ബാക്കായിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് എഡ്വിൻ വാൻ ഡെർ സറിനെ സ്കോഡിലോട്ട് ആഡ് ചെയ്യാം. കണ്ടോ, 107 റേറ്റഡ് വരുന്ന GK ആണ് എഡ്വിൻ വാൻ ഡെർ സർ. അതിനൊക്കെ അറ്റാക്കിംഗ് സ്റ്റൈൽ ഗോൾ കീപ്പറാണ്. ഓക്കെ, പിന്നെ എടുത്ത് പറയാനായിട്ട് പുള്ളിക്ക് ഹൈറ്റ് ആണ്. പുള്ളിയുടെ ഹൈറ്റ് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് പുള്ളിക്ക്. പിന്നെ ഞാൻ എൻ്റേതായ രീതിയിലാണ് പ്രൊഗ്രഷനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രൊഗ്രഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊഗ്രഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇതിലും നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്. 98 ആണ് അവയർനെസ്, അതിനൊക്കെ ക്യാച്ചിങ് 95, പെയറിങ് 99, അതിനൊക്കെ റിഫ്ലക്സ്. ഓക്കെ, ജമ്പ് ഞാനൊരു 81 ആക്കിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഓൾറെഡി ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും കുറച്ചത്. പിന്നെ സേവിങ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതിനൊക്കെ വരുന്ന സ്കിൽസ് ലോ പോയിന്റ്, ഹൈ പോയിന്റ്, ഗോൾ, ലോങ് ത്രോ, പെനാൽറ്റി സേവർ. അഡീഷണൽ സ്കിൽസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലാതെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ തൽക്കാലം. സ്കിൽ ടോക്കൺസൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരുപാട് എക്സ്ട്രാ പ്ലേയേഴ്സ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ പ്രോഗ്രഷൻ ഇതാണ്. ഞാൻ ജമ്പിൽ 1 ആണ് കൊടുത്തേക്കുന്നത്. അത് കണക്ക് 1-ൽ 11, അത് കണക്ക് ഗീവിങ് 2-ൽ 10, അത് കണക്ക് 10. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലേയേഴ്സിനെ കുറിച്ച് ഈ എഡ്വിൻ വാൻ ഡെർ സർ എന്ന് പറഞ്ഞ ഗോൾ കീപ്പറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഗോൾ കീപ്പർ ഒരു എന്താ പറയുക, ഒരു യമണ്ടൻ ഐറ്റം തന്നെ. ഇപ്പോൾ നമ്മൾ കളിച്ച് നോക്കിയാൽ പ്ലെയർ റിവ്യൂവിൽ പുള്ളിയുടെ ആ ഒരു സേവ്സും കാര്യങ്ങളും, അതേപോലെ പുള്ളിയുടെ ആ ഒരു എടുക്കുന്ന ജമ്പായാലും പുള്ളി ഇറങ്ങി വരുന്ന ആ ഒരു രീതിയായാലും എന്താ പറയുക, ഒരു എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. മറ്റ് ഗോൾ കീപ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാര്യം ഇനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഗ്ലിച്ചിൻ്റെ എന്തെങ്കിലും ആണോ നമുക്കറിയില്ല. കാര്യം പുള്ളി ആ രീതിയിലാണ് സേവ്സും കാര്യങ്ങളൊക്കെ. ലോങ് റേഞ്ച് ആയാലും ഷോർട്ട് റേഞ്ച് ആയാലും ഹെഡിങ് ആയാലും എല്ലാം പുള്ളിക്ക് നല്ല രീതിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ആ ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ ഇട്ടേക്കുന്നതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. പുള്ളി ആ ഒരു പൊസിഷനിങ് പുള്ളിയുടെ കറക്റ്റാണ്. പുള്ളിക്ക് പിന്നെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ബ്ലിറ്റ്സൊക്കെ പുള്ളി നല്ല കണ്ടില്ലേ. സാലയുടെ ഒരു ബ്ലിറ്റ്സാണ് ഇപ്പോൾ സേവ് ചെയ്യുന്നത്. നല്ല റീച്ചുള്ള ഗോളിയാണ്. അതേപോലെ ആ പെയറിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റിങ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ കയ്യിൽ തട്ടുന്ന പന്തൊക്കെ വലിയ രാജ്യത്വമാണ് പോയി വീഴുന്നത്. അവർക്കൊരു റീഫ്ലക്ഷനുള്ള ഒരു അവസരം പുള്ളി കൊടുക്കുന്നില്ല. എന്നാലും നമുക്ക് ആ ഒരു പൊസിഷനിങ്ങും അതേ കണക്കുണ്ട്. പുള്ളിക്ക് വലിയ ജമ്പ് എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല. കാര്യം പുള്ളിയുടെ ഹൈറ്റ് തന്നെയാണ് പുള്ളിയുടെ ആ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ലിപ്സിൽ കണ്ടില്ലേ, ഞാൻ ഇത് അല്ലാതെ കയറി ചില വീഡിയോസൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതൊന്നും റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് ചിലതൊക്കെ കയറി അല്ലാതെ എടുത്തതാണ്. ചുമ്മാ ഒരു പെനാൽറ്റി ഇതാണ് കിട്ടിയപ്പോൾ പുള്ളീനെ കൊണ്ട് എടുപ്പിച്ചെന്നേ ഉള്ളൂ. അതിലൊന്നും ഒരു റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട. ഓക്കെ, എന്തുവായാലും പറയാനായിട്ടെങ്കിൽ ടോപ്പ് ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗ്ലിച്ച് പോലെയൊക്കെ ഫീൽ ചെയ്തായിരുന്നു. എന്തുവായാലും നല്ല അടിപൊളി ഐറ്റം തന്നെ. കോയിൻസ് ഉള്ളവർ കറക്കി നോക്കുക. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു റിവ്യൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ.